1966 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയം. ഒരു ദിവസത്തെ കളി കഴിഞ്ഞ് വൈകുന്നേരത്തെ ഏറെ വൈകിയ മീറ്റിംഗും കഴിഞ്ഞ് റഫറികളുടെ കമ്മിറ്റിയുടെ തലവനായ കെൻ ആസ്റ്റൺ തിരികെ വീട്ടിലേക്ക് കാർ ഓടിച്ച് മടങ്ങുകയായിരുന്നു. മടക്കത്തിനിടയിൽ ഒരു റെഡ് സിഗ്നലിൽ അദ്ദേഹത്തിന് കാർ നിർത്തിയിടേണ്ടി വന്നു. അദ്ദേഹം കുറച്ചു നേരം ആ ചുവന്ന സിഗ്നലിലേക്ക് നോക്കി നിന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരാശയം ഉദിച്ചത്. ആ ആശയമാണ് പിന്നീട് ഫുട്ബോളിൽ റെഡ് കാർഡുകളും യെല്ലോ കാർഡുകളും സൃഷ്ടിക്കപ്പെട്ടത്. 1970 ലോകകപ്പ് ഫുട്ബോൾ മുതൽ റെഡ് കാർഡുകൾ നിലവിൽ വന്നു. എല്ലാം ഇങ്ങനെയാണ്. ഒരു നിമിഷത്തിൻ്റെ ഒരു നിമിത്തത്തിൻ്റെ സ്രോതസ്സിൽ നിന്നായിരിക്കും വിശ്വത്തിനെ മാറ്റിമറിക്കുന്ന പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടാവുക. സ്വാഗതം വിജ്ഞാനത്തിൻ്റെ ഈ കണ്ടുപിടുത്തത്തിലേക്ക്. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ഈ ദിവസത്തെ വിജ്ഞാനത്തിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ കാവലാൾ ശ്രീ വി കെ ശ്രീരാമൻ. ഗുഡ് ഈവനിങ് സർ. ഐ ടി ഗൈഡ് ശില്പ. ഹായ്. ആരാണ് ഈ വിജ്ഞാന യാത്രയിൽ ഇന്നാദ്യമായി എത്തിച്ചേരുക? കാണാം നമുക്ക് ആ വ്യക്തിയുടെ ഈ പ്രൊഫൈൽ. എൻ്റെ പേര് ശ്രീകല. ഞാൻ കൊല്ലം ജില്ലയിലെ ആദിചെല്ലൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും 2 മക്കളുമാണുള്ളത്. എൻ്റെ മകളും ഹസ്ബൻഡും കൂടിയാണ് എനിക്ക് അശ്വമേധം പരിപാടിയിലേക്ക് SMS അയച്ചത്. എനിക്ക് അതിൻ്റെ സെലക്ഷൻ കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമായി. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ ഹസ്ബൻഡും മകളും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. അശ്വമേധം പരിപാടിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എൻ്റെ പരിമിതമായ അറിവുകൾ അശ്വമേധം പരിപാടിയിൽ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. That was the profile of Srigala. Srigala, welcome to the show. ആ ബൗളിൽ നിന്നും ഒരു വിഷയമെടുക്കാം. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ മനസ്സിലോർത്ത് ശ്രീ വി കെ ശ്രീരാമനെ സമീപിക്കാം. ശ്രീകല, കൊല്ലം. ടീച്ചറാണ്. എന്താണ് വിഷയം? ഞാൻ IEDSS റിസോഴ്സ് അധ്യാപികയാണ് സാർ. റിസോഴ്സ് അധ്യാപിക. അത് ശരി. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? കൊറ്റംകുളങ്ങര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൊറ്റംകുളങ്ങര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ്. ഓൾ ദി ബെസ്റ്റ്. അതിനു മുൻപ് ശ്രീകല വിചാരിച്ച ആ പേര് താങ്കൾ അംഗീകരിക്കുന്നു. ശ്രീ ശ്രീരാമൻ. രണ്ടിലും ശ്രീ ഉണ്ട്. ഓഫ് കോഴ്സ്. ശില്പ സഹായിക്കും. ശ്രീകലയ്ക്ക് ഇരിക്കാം. ശ്രീകലയ്ക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. തുടങ്ങാം. ശ്രീകലയോടൊപ്പം ഞാൻ പ്രവേശിക്കുന്നു വിപരീത സമസ്യയുടെ ശ്രീകോവിലിൽ. യാഗം. ഒന്ന്, ശ്രീകല വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട്. 50 വയസ്സ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഇന്ത്യൻ? നോ സർ. അല്ല. ഏഷ്യൻ? നോ. നോ. യൂറോപ്യൻ? യെസ് സർ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന പ്രശസ്തി? നോ സർ. അല്ല. ശാസ്ത്രം, സ്പോർട്സ്? യെസ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി ഇതിലൊന്നാണോ രാജ്യം? ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ. അതെ. 9ാമത്തെ ചോദ്യം ലൈഫ് ലൈൻ ആയിരിക്കും. 9ാമത്തെ ചോദ്യം, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി ഇതിലൊന്നാണോ രാജ്യം? നോ സർ. ഒന്ന് കൈയടിക്കും. കാരണം ഞാനിപ്പോ ഒരു ഗസ്സിന് പോയി അത് ശരിയാണെങ്കിൽ ശ്രീകലയുടെ മത്സരം ഇവിടെ അവസാനിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മുൻകൂർ കയ്യടി കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ശ്രീകല വിചാരിച്ചത് തമോഗർത്തങ്ങളുടെ രാജാവ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എഴുതിയ സ്റ്റീഫൻ ഹോക്കിംഗ് ആണോ? അതെ സർ. ആൻഡ് ശില്പ പ്ലീസ്. സ്റ്റീഫൻ ഹോക്കിംഗ്. വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്
1942 ജനുവരി 8 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ ജനിച്ചു. നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന തമോഗർത്തങ്ങളെക്കുറിച്ച് പല ഗവേഷണങ്ങൾ നടത്തിയ അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഗണിതശാസ്ത്രത്തിലെ ലുക്കാഷ്യൻ പ്രൊഫസറായി സ്ഥാനം വഹിക്കുന്നു. റോജർ പെൻറോസ് എന്ന ശാസ്ത്രജ്ഞനുമായി ചേർന്ന് അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിന് പുതിയ വിശദീകരണം നൽകി. കേംബ്രിഡ്ജിൽ ഗവേഷണ ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് കൈകാലുകൾ തളർന്നു പോകാൻ കാരണമായ നാഡീരോഗം അദ്ദേഹത്തെ ബാധിച്ചത്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പ്രശസ്തമായ ശാസ്ത്രഗ്രന്ഥം രചിച്ചത് ഇദ്ദേഹമാണ്. അധ്യാപനം കൂടുതൽ മികച്ചതാകട്ടെ. അശോപഹാരം സ്വന്തമാണ്. ഇത് ശ്രീകലയ്ക്ക് മിറർ റിയൽറ്റേഴ്സിന്റെ പ്രോത്സാഹനം. പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുന്ന ഇന്നത്തെ ചോദ്യം: 1696 ബ്രിട്ടനിലെ മിന്റിൽ, അതായത് നാണയങ്ങൾ, കറൻസികൾ അച്ചടിക്കുന്ന സ്ഥലത്തിന്റെ മാസ്റ്റർ ആയിരുന്ന ആൾ കള്ളനോട്ടുകൾ കണ്ടുപിടിക്കുന്നതിൽ വിദഗ്ധനായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ വൈദഗ്ധ്യം ഒരുപാട് കള്ളനോട്ടടിക്കാരെ കഴുമരത്തിലേക്ക് നയിച്ചു. ആരാണ് ആ മഹാനായ ശാസ്ത്രജ്ഞൻ? ഈ വേദിയിലേക്ക് ശ്രീകലയ്ക്ക് ശേഷം കടന്നു വരുന്ന മത്സരാർത്ഥിയാര്? കാണാം ഈ പ്രൊഫൈൽ. ഹായ്, എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. ഞാൻ വരുന്നത് നോർത്ത് പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ. ഞാനിവിടെ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. പോളോ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കമ്പനിയാണ്, ടെക്നോ പാർക്കിൽ. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അമ്മൂമ്മ എന്നിവരാണുള്ളത്. ഒരു ചെറിയ കുടുംബം. കുഞ്ഞുനാളിൽ കണ്ട് ശീലിച്ച അശ്വമേധത്തിൽ, ഈ പുതിയ രൂപത്തിൽ വന്ന ഈ അശ്വമേധത്തിൽ പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു തക്കതായ അവസരം ലഭിച്ചിരുന്നില്ല. ഈ ഒരു അവസരത്തിൽ ഈ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഓഡീഷന് വന്നപ്പോഴും നമ്മൾ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു കോൺഫിഡൻസ് ആണ് എൻ്റെ കൈമുതലെന്ന്. അപ്പോൾ സാർ ഒരു ചോദ്യം ചോദിച്ചു, കോൺഫിഡൻസ് മാത്രം കൊണ്ട് കാര്യം നടക്കുമോ കൃഷ്ണപ്രസാദ്? അപ്പോൾ ഞാൻ പറഞ്ഞു, കോൺഫിഡൻസ് കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുമാതിരി നടന്നിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പഠിച്ചെടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇപ്പോഴും കോൺഫിഡൻസ് മാത്രമേ കയ്യിലുള്ളൂ. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. എന്താവുമെന്ന് അറിയില്ല. എന്തായാലും സാറുമായി നേരിട്ട് ഏറ്റുമുട്ടുകയും നമ്മൾ വിചാരിച്ച വ്യക്തിയെ സാർ എത്രത്തോളം അത് നോക്കുമെന്ന് നമുക്ക് കാണാം. So that was the profile of Mr. Krishna Prasad. Hello. Hi. All the best. You can pick a lot and move to the jury. So Krishna Prasad. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം നടപ്പിലാക്കിയത് ഏത് നിയമസഭയിലാണ്? നോർത്ത് പറവൂർ. പറവൂർ എൻ്റെ നാടാണ്. നിങ്ങളുടെ നാട്ടിൽ? അതെ. പറവൂരുകാരനാണ് നിങ്ങളപ്പോൾ? അതെ. അപ്പോൾ ഒരു വലിയ റെക്കോർഡിന് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ വരുന്നത്. അതെ, തീർച്ചയായും ഞാൻ അഭിമാനിക്കുന്നു. വിജയത്തിന്റെ റെക്കോർഡുകൾ താങ്കൾക്കുണ്ടാവില്ല. അതിനു മുൻപ് കൃഷ്ണപ്രസാദ് വിചാരിച്ച പേര്, കൃഷ്ണൻ വിചാരിച്ച പേര് രാമൻ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നു. And Shilpa, ready to help? Ready to help. Thank you. Please. പിന്നെ ഞാൻ സ്കൂൾ ലെവലിൽ പഠിക്കുമ്പോഴാണ് അശ്വമേധത്തിൻ്റെ ആദ്യത്തെ സീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു പ്രത്യേക വ്യത്യസ്തതയായിരുന്നല്ലോ. സാധാരണ ക്വിസിംഗ് എന്ന് പറഞ്ഞാൽ ക്വിസ് മാസ്റ്റർ വരുന്നു, ക്വിസ് ചോദിക്കുന്നു, ഉത്തരം മുട്ടുന്നു, ചിലപ്പോൾ അവർ ഔട്ടാവുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്, ക്വിസ് മാസ്റ്ററാണ് ഇവിടെ വിജയിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത് കളിക്കുന്നത് കറണ്ട് പോകുന്ന സമയത്താണ്. ആ ഒരു സമയത്ത് ലോഡ് ഷെഡിങ് സ്ഥിരമാണ്. അരമണിക്കൂർ ലോഡ് ഷെഡിങ് എല്ലായിടത്തും ഉള്ള. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു മെഴുകുതിരി വട്ടത്തിന് വിട്ടിരുന്ന് മുതിർന്ന ആരെങ്കിലായിരിക്കും ഈ പറഞ്ഞ പോലെ ജൂറി. അപ്പോൾ അവരെ ചവിട്ടിച്ചെന്ന് പറയും ഇതാണ് ആൾ. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നു, അപ്പുറത്ത് മറ്റേ ഈ ബ്രദേഴ്സും കസിൻസൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ ക്രാക്ക് ചെയ്യുന്നു. മിക്കവാറും ഈ ജൂറീസ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വേറെ വല്ല വർത്താനമൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ക്ലൂസൊക്കെ വയലേറ്റ് ചെയ്ത് വേറെ ആൾക്കായിരിക്കും. അവസാനം ഇത് അടിച്ചെന്ന് അവസാനിക്കും. അപ്പോൾ ഓക്കെ, താങ്ക്സ്. കൃഷ്ണപ്രസാദും ഒരുമിച്ച് നമുക്ക് കടക്കാം അറിവിന്റെ പ്രസാദത്തിലേക്ക്. യാഗം. ഇന്ത്യൻ അല്ല. അല്ല. ഏഷ്യൻ അല്ല. യൂറോപ്യൻ ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ യൂറോപ്യൻ ആണോ എന്നാണ് ചോദ്യം. ആണ്. അതെ അതെ സോറി അതെ. യൂറോപ്യൻ എന്നതിൽ ലൈഫ് ലൈൻ. റഷ്യൻ ആണോ? അല്ല. അല്ല.
രാഷ്ട്രീയം, കലാസാഹിത്യം? അല്ല. അല്ല. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. നോർമൽ ഡെത്ത്? അതെ. സ്പോർട്സ്, സയൻസ്, സ്പേസ്? അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അല്ല. ബിസിനസ്, മാധ്യമ പ്രവർത്തനം, പ്രൊഫഷണൽ? അല്ല. അല്ല. കുപ്രസിദ്ധി, സംഭവങ്ങൾ വഴിയുള്ള പ്രസിദ്ധി, ബന്ധുത്വം വഴിയുള്ള പ്രസിദ്ധി? അതെ. കുപ്രസിദ്ധി? അതെ. 2000-ന് ശേഷം മരണം? അതെ. അതെ. 2000-ന് ശേഷം മരണം. 2015 ജനുവരി മാസം 2-ാം തീയതിയാണോ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചത്? അതെ. അതെ. ആണ്? അതെ. ദ ഗ്രേറ്റ് ട്രെയിൻ റോബറിയിലൂടെ കുപ്രസിദ്ധനായ റോണി ബിഗ്സ് എന്ന ലുക്രേറ്റീവ് കള്ളൻ അല്ലേ? അതെ. റോണി ബിഗ്സ്. അതെ. കൃഷ്ണപ്രസാദ് കള്ളനെയാണ് പിടിച്ചത്. അതെ. എല്ലാവരുടെയും മനസ്സിലൊരു കള്ളനില്ലേ? എല്ലാവരുടെയും മനസ്സിൽ കള്ളനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാവരുടെയും മനസ്സിൽ കള്ളനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. ഇല്ലാത്തവരില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല, വാചകം തെറ്റാണ്. ഭഗവാൻ കൃഷ്ണൻ തന്നെ ഒരു മനസ്സിൽ കള്ളനില്ലാത്ത ഒരാളിനെ ഞാൻ കാണിച്ചു തരട്ടെ. പറയും. പറയൂ. മനസ്സിൽ കള്ളിയുള്ള ഒരാളാ ശില്പ. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ കള്ളനല്ല, ചിലരുടെ മനസ്സിൽ കള്ളിയുണ്ട് ചിലരുടെ മനസ്സിൽ. റോണി ബിഗ്സ്. റൊണാൾഡ് ആർത്തർ റോണി ബിഗ്സ് 1929 ഓഗസ്റ്റ് 8-ന് ലണ്ടനിലെ സ്റ്റോക്ക്വെല്ലിൽ ജനിച്ചു. 1963 നടന്ന ഗ്രേറ്റ് ട്രെയിൻ റോബറിയിലൂടെ പ്രശസ്തനായ റോണി ബിഗ്സ് ഈ സംഭവത്തെ തുടർന്ന് ജയിലിലായി. പക്ഷേ 1965 ജയിൽ ചാടിയ ബിഗ്സ് തന്റെ 36 വർഷത്തെ ഒളിവ് ജീവിതം കൊണ്ട് ശ്രദ്ധേയനായി. തുടർന്ന് 2001 ഇംഗ്ലണ്ടിലെത്തിയ ഇദ്ദേഹം ജയിലിലാവുകയും മോശം ആരോഗ്യാവസ്ഥയെ തുടർന്ന് ജയിൽ മോചിതനാവുകയും ചെയ്തു. 2013 ഡിസംബറിൽ ഇംഗ്ലണ്ടിലെ ഒരു നഴ്സിംഗ് ഹോമിൽ വെച്ച് റോണി ബിഗ്സ് മരിച്ചു. കൃഷ്ണപ്രസാദ്, ഇരുട്ടുമുറിയിലിരുന്നല്ല, വെളിച്ചത്തിലിരുന്ന് നിങ്ങളുടെ ടെക്നോ പാർക്കിലെ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം നിങ്ങളുടെ വിശ്രമവേളകളിൽ ഇതൊരു വിനോദമാക്കി മാറ്റുക. നിങ്ങൾ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ചിരുന്നത് കളിക്കുക. വല്ലപ്പോഴും ഒരിക്കൽ കളിക്കാൻ എന്നെയും വിളിക്കുക, സമയമുള്ളപ്പോൾ ഞാനും വരാം. തീർച്ചയായിട്ടും. കൺസലേഷൻ പ്രൈസ് ഫ്രം മിർ റിയൽറ്റേഴ്സ്. താങ്ക്സ്. പ്രേക്ഷകരോടുള്ള ഈ ദിവസത്തെ എൻ്റെ രണ്ടാമത്തെ ചോദ്യം, കയ്യിൽ കുറച്ച് ഡോളറുകളുടെ കുറവുള്ളതുകൊണ്ട്, ടെലഗ്രാഫിന് പൈസ മുഴുവൻ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് വാക്കുകൾ ചുരുക്കി ഒരു പത്ര റിപ്പോർട്ടർ, ഒരു സ്പോർട്സ് റിപ്പോർട്ടർ ഒരു ടെലഗ്രാഫ് മെസ്സേജ് അയച്ചു. 4 വാക്കുകൾ ഉപേക്ഷിച്ചതിന് ശേഷം. അങ്ങനെ ക്രിക്കറ്റിൽ ഒരു പുതിയ വാക്കുണ്ടായി. എന്താണ് ആ വാക്ക്? ഈ വേദിയെ ധന്യമാക്കാൻ പോകുന്ന അടുത്ത മത്സരാർത്ഥിയുടെ പ്രൊഫൈൽ നമുക്കിപ്പോൾ കാണാം. നമസ്കാരം, എൻ്റെ പേര് ശ്രീകാന്ത. ഞാൻ ടെക്നോ പാർക്കിലെ റൂബി സോഫ്റ്റ്വെയർ എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. സ്വദേശം ആലപ്പുഴയാണ്. ആലപ്പുഴ തകഴി എന്ന ഗ്രാമത്തിൽ. അച്ഛൻ്റെ പേര് ER രാധാകൃഷ്ണപിള്ള, ഒരു പൊതുപ്രവർത്തകനും കർഷകനുമാണ്. അമ്മ ഒരു ഹൗസ് വൈഫാണ്, ഉഷ. അനിയൻ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻ്റാണ്, ശ്രീനാഥ്. അശ്വമേധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ കുട്ടിക്കാലത്തെ മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് അശ്വമേധത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നല്ല കുറേ ഓർമ്മകളുണ്ട്. അന്ന് നമ്മുടെ മുന്നിൽ വരുന്ന GS പ്രദീപ് എന്ന മാസ്റ്ററിനെ ഒരു ആരാധ്യ പുരുഷനായി കാണുകയായിരുന്നു കുട്ടികളെല്ലാം. ശരിക്കും അന്നത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലുള്ള ഒരു ഷോയിൽ പങ്കെടുക്കുക, GS പ്രദീപിനോട് മത്സരിക്കുക എന്നുള്ളത്. പക്ഷേ ഒരു കുട്ടിയായിരുന്നു, എനിക്ക് അതിനന്ന് സാധിച്ചിരുന്നില്ല. പക്ഷേ അന്നത്തെ ആ ഒരു ഓർമ്മയെ ഇന്നൊരു സ്വപ്നത്തെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് സച്ചിൻ്റെ ചില വാക്കുകളാണ് ഓർമ്മ വരുന്നത്. കുട്ടിക്കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവും. So that was Srikanth from Alappuzha. Srikanth, welcome to the show. Thank you, sir. Colorful in black and red. Come on, pick a lot. Srikanth, Sir.
ഈ ഫ്ലോറിൽ where can you see champions? I can see a lot of champions. ഈ ഫ്ലോറിൽ ചാമ്പ്യൻസ് എന്ന് എഴുതിയിരിക്കുന്നത് എവിടെ കാണാം? ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഉണ്ടെന്നറിയില്ല സാർ, ഉണ്ടെങ്കിൽ തന്നെ ഉണ്ട് ശ്രീകാന്ത്. Here it is. Champions. Knowledge should start with ourselves. നമ്മളിൽ നിന്ന് തുടങ്ങണം. നമ്മൾ എന്താ ധരിച്ചിരിക്കുന്നതെന്നൊക്കെ ആദ്യം അറിയണ്ടേ? വേണ്ടേ? And it is written champions and you should be a champion. ശ്രീ വി കെ ശ്രീരാമൻ, ഈ ചാമ്പ്യന്റെ മനസ്സിലുള്ള പേര് അപ്രൂവ് ചെയ്തോ? ഓഫ് കോഴ്സ്. അല്ലെങ്കിൽ എനിക്കറിയാം ഈ ശ്രീകാന്ത് എന്ന് കേട്ടാൽ ശ്രീരാമൻ അപ്രൂവ് ചെയ്യും എന്നുള്ളത്. എല്ലാം ശ്രീ ആണല്ലോ. കുറച്ച് താമസം എടുത്തു, പക്ഷേ താമസം എടുത്തു. ആൻഡ് ശില്പ, റെഡി. ശ്രീകാന്ത് പ്ലീസ് ടേക്ക്. താങ്ക്സ് സാർ, താങ്ക് യു. So Srikanth, first of all let me say that you are a very smart boy. താങ്ക് യു സാർ. എന്തൊക്കെ ആക്ടിവിറ്റീസ്? സാർ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും. അതാണ് ക്രിക്കറ്റാണ്. പിന്നെ സ്പോർട്സിലാണ് കൂടുതലും താല്പര്യം. എല്ലാ ഗെയിംസും അത്യാവശ്യം കാണുകയും കളിക്കുകയും ചെയ്യാറുണ്ട്. ക്യാരംസ് ഇഷ്ടമാണ്. പിന്നെ ഒത്തിരി ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ്. കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാനും, ചിലപ്പോൾ തർക്കിക്കും വെറുതെ എത്ര വരെ പോകുമെന്നറിയാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് തർക്കിച്ചാലോ? സാറിനെ പോലെ ഒരാളായിട്ട് എങ്ങനെ തർക്കിക്കുന്നത്? എന്നാലും രാമേട്ടാ, തർക്കസത്രം. ഒരു തർക്കസത്രത്തിന് വേണ്ടിയിട്ട് ഒരു 2 വശങ്ങളുള്ള ഒരു വിഷയം പറഞ്ഞ് ഞാനും അദ്ദേഹം കൂടെ തർക്കിക്കും. കിസ് ഓഫ് ലവ്. ചുംബന സമരം. എനിക്ക് വയ്യ. ഇന്ന് ഈ ഷൂട്ടിംഗ് നടക്കുന്ന ദിവസം നിങ്ങളുടെ നാട്ടിൽ ചുംബന സമരം നടക്കുകയാണ്. അതെ സാർ, ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പോയേനെ. താങ്കൾ ചുംബന സമരത്തിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. ചുംബന സമരത്തെ അനുകൂലിക്കുന്ന ഒരാളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ ഇതുവരെ എനിക്ക് അവരുടെ ആ ഒരു ഇത് വെച്ച് സാധിക്കത്തില്ല. പക്ഷേ അതിൻ്റെ ഒരു ഞാൻ ഇയാളോട് തർക്കിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സംഭവം എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞാത്ത ഒരു കാര്യത്തിന് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ പോകുമായിരുന്നു എന്ന് പറഞ്ഞ കക്ഷി. അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല സാർ ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതുണ്ട്, അതിൻ്റെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാസിസത്തിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം മാത്രമല്ല, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മുടെ കാര്യത്തിൽ കൈകടത്തുന്ന ചില ഒരു രീതികൾ, ആ രീതികൾക്കെതിരെ അതിനെ നോക്കിക്കാണുമ്പോൾ അത് നല്ല കാര്യമാണെന്ന് തോന്നും. പക്ഷേ മറ്റു പല രീതികളിൽ നോക്കുമ്പോഴത്തേക്കും ചില പ്രശ്നങ്ങളുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്താ മറ്റു പല രീതികളിൽ? അത് നടത്തുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്ത മെസ്സേജ് ആദ്യമൊക്കെ വളരെ ഞാൻ സപ്പോർട്ടീവായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഞാൻ ഒത്തിരി സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഉള്ളിലുള്ള ആശങ്കകൾ പലതും കേൾക്കുമ്പോൾ അതിലെ ചില കാര്യങ്ങളൊക്കെ ഈ ആശങ്ക പെൺകുട്ടികൾക്കാണോ കൂടുതൽ? അല്ല, പിന്നെ സഹോദരന്മാർക്ക്, അച്ഛന്മാർക്ക്, മാതാപിതാക്കൾക്കാണ് ആശങ്കകൾ കൂടുതൽ. കുറച്ച് പ്രായമായ ആൾക്കാർക്കാണ് ആശങ്ക കൂടുതൽ. അപ്പൊ മാതാവിനോടും പിതാവിനോടും കൂടെ പങ്കെടുക്കാൻ പറഞ്ഞാൽ പോരെ ആശങ്ക? ഞാൻ മാതാവിനോട് പറഞ്ഞത് കഴിക്കാനായിട്ട് നീ ഉച്ചയ്ക്ക് അത് കഴിഞ്ഞിട്ട് വരണ്ട എന്നുള്ളതാണ്, വീട്ടിലോട്ട് നിന്നെ കേട്ടില്ല എന്നുള്ളതാണ്. ആണോ? അതെ, അത് എനിക്ക് എൻ്റെ മാതാവിനെ പറഞ്ഞ് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അമ്മയെ ചുംബിക്കാറില്ലേ? അമ്മയെ ചുംബിച്ചിട്ടുണ്ട്. ഇപ്പൊ ചുംബിക്കാറില്ലേ? ഉണ്ട്, ചുംബിക്കാറുണ്ട്. ഞാൻ ഇപ്പോഴും എൻ്റെ അച്ഛനെ ചുംബിക്കാറുണ്ട്. എൻ്റെ അച്ഛൻ അമ്മയില്ല ഉണ്ടായിരുന്നെങ്കിൽ ചുംബിച്ചേനെ. അതൊക്കെയാണ് ഇതിനകത്തെ ഒരു പോസിറ്റീവ് ക്വാളിറ്റീസ് ആയിട്ട് ഞാൻ എടുത്തു കാണിക്കുന്നത്. കാരണം എൻ്റെ അച്ഛനെ ഒന്ന് ചുംബിക്കാൻ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടുണ്ടോ അറിയില്ല. എൻ്റെ ഓർമ്മയുള്ള കാലത്ത് ഞാൻ അങ്ങനെ ചുംബിച്ചിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. കാരണം അച്ഛൻ എന്ന സ്ഥാനത്ത് വേറൊരു സ്ഥാനമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ പ്രതിഭാസമാണ് ചുംബനം. ഏറ്റവും വലിയ വിഷമത്തിൽ, ഏറ്റവും വലിയ വേദനയിൽ, ഏറ്റവും വലിയ നിരാലംബതയിൽ, ഏറ്റവും വലിയ നിസ്സഹായതയുടെ നിലവിളിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഒന്ന് ചേർത്ത് നിർത്തി മൂർധാവിൽ ഒന്ന് ചുംബിച്ചു നോക്കൂ. ഒരു മഞ്ഞുകട്ട പോലെ അയാളുടെ വിഷമം കുറയുന്നത് കാണാം. ഇതെല്ലാം പോട്ടെ, കത്തിയുമായി നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഒരു ശത്രുവിനെ നിങ്ങൾക്കൊന്ന് ചുംബിക്കാൻ സാധിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിത്രത്തിനെ അവിടെ സൃഷ്ടിക്കും. തുടങ്ങാം. ശ്രീകാന്തിനോടൊപ്പം നമുക്ക് പ്രവേശിക്കാം അറിവിന്റെ കാന്തിയിലേക്ക്. യാഗം. ശ്രീകാന്ത്, is it an Asian? അല്ല. യൂറോപ്യൻ? അല്ല. അമേരിക്കൻ കോണ്ടിനെന്റ്സ്? അതെ. USA? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. നോർമൽ ഡെത്ത്?
നോർമൽ ഡെത്താണ്. ആണ്. രാഷ്ട്രീയം, കലാസാഹിത്യം? അതെ. രാഷ്ട്രീയം? അതെ. 1900 ശേഷം മരണം? ആഫ്റ്റർ 1900 ഐ മീൻ. മരണം? അതെ. ആഫ്റ്റർ 1950? അല്ല. Was he ever the president of USA? യെസ്. After 1930? മരണം? യെസ്. ഐസനോവർ? അല്ല. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നത് 1920 ശേഷം പ്രസിഡന്റ് ആയിട്ടുണ്ടോ? ലൈഫ് ലൈൻ 20 ശേഷം പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. ഉണ്ട്. റിലേറ്റീവ്സ് ആരെങ്കിലും ഫേമസ് ആണോ? ബന്ധുക്കൾ പ്രശസ്തരായിരുന്നു? അതെ. ശ്രീകാന്ത് ഒരു കാര്യം ചെയ്യും, ഒരു പാട്ട് പാടും. സംഗീതത്തിന് ഓർമ്മകളെയും ചിന്തയെയും ഉണർത്താൻ കഴിയും എന്നാണ് അല്ലേ? ഞാനിപ്പോൾ പാട്ട് പാടിക്കഴിഞ്ഞാൽ സാറിൻ്റെ ഓർമ്മകൾ ഉണർത്താൻ ഞാൻ തോറ്റുപോയില്ലേ? എന്നാലൊരു പാട്ട്. ഞാനൊരു അല്പം മിമിക്രി കാണിക്കും. മിമിക്രി? അല്പമോ? നന്നായി മിമിക്രി കാണിക്കുക. ഞാൻ നമ്മുടെ പഴയ നമ്മുടെ കേന്ദ്രമന്ത്രി AK ആന്റണി സാർ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. 5 വർഷം ഞാൻ കേന്ദ്രത്തിൽ ഭരിച്ചിട്ട് ഒരു മിസൈൽ പോലും കാണാനുള്ള യോഗം എനിക്കുണ്ടായിട്ടില്ല. ഈ കേരളത്തിലെ മണ്ടന്മാരുടെ വിചാരം അവിടെ എന്താണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന്, എന്നിട്ട് ഇവിടെ കിടന്ന് തമ്മി തല്ലി തീർക്കാൻ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ, പാടുവതും രാഗമായി തേടുവതും രാഗമായി ജീവനും അനുരാഗ അമ്പലപ്രാവേ. ഈ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി എന്നൊക്കെ പാടിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ക്ലിക്ക്. അതാ ഞാൻ പറഞ്ഞത്. എൻ്റെ ക്ലിക്ക് ഇതാണ്. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ സഹോദരൻ ഒരിക്കൽ കാട്ടിൽ വേട്ടയ്ക്ക് പോയി. കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു കരടിയെ കണ്ടു. ഈ കരടിയെ വേട്ടയാടാൻ, ഹണ്ട് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ കരടിയെ പിടിച്ച് ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് പറഞ്ഞു, മിസ്റ്റർ പ്രസിഡന്റ് വെടിവെച്ച് കൊന്നോളൂ എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് അതിനകത്തൊരു അപമാനം തോന്നി, വേണ്ട എന്ന് പറഞ്ഞ് വിട്ടയച്ചു. അടുത്ത ദിവസത്തെ പത്രത്തിൽ ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ ഉജ്ജ്വലമായ ചിന്തയുണ്ടായി. കാർട്ടൂണിസ്റ്റ് ഇദ്ദേഹത്തിനെ, ഈ സഹോദരനെ, താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ സഹോദരനെ, അദ്ദേഹവും പ്രസിഡന്റ് ആയിരുന്നു, ആ സഹോദരനെ കളിയാക്കിക്കൊണ്ട് എഴുതി, ദിസ് ഈസ് ടെഡീസ് ബെയർ എന്ന്. അതിൽ നിന്നാണ് ടെഡി ബെയർ എന്ന വാക്കും ടെഡി ബെയർ എന്ന പുതിയ കൺസെപ്റ്റും ഉണ്ടാകുന്നത്. ടെഡി എന്ന ആ മനുഷ്യൻ, ടെഡി എന്ന് പറയുന്നത് തിയോഡാറിന്റെ ചുരുക്കപ്പേരായിരുന്നു, തിയോഡർ റൂസ്വെൽറ്റിന്റെ. താങ്കൾ വിചാരിച്ചത് അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിനെയാണ്. ശരിയാണ്. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ലോകമഹായുദ്ധകാലത്ത് വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരുപാട് ശക്തി ചെലുത്തിയ ഒരു വ്യക്തിയാണ് റൂസ്വെൽറ്റ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അമേരിക്കയുടെ 32ാമത്തെ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡിലനോ റൂസ്വെൽറ്റ് 1882 ജനുവരി 30 ജനിച്ചു. 4 തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 1933 മുതൽ 1945 വരെ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു. 1930കളിലെ സാമ്പത്തിക മാന്ദ്യത്തിനിടയിൽ തൊഴിൽ രഹിതർക്ക് ആശ്വാസത്തിനും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കരകയറ്റാനും ബാങ്കിംഗ് വ്യവസ്ഥകളിൽ മാറ്റങ്ങൾ വരുത്താനുമായി ന്യൂ ഡീൽ എന്ന ആശയം അദ്ദേഹം ആവിഷ്കരിച്ചു. വർക്ക്സ് പ്രോഗ്രസ് അഡ്മിനിസ്ട്രേഷൻ, നാഷണൽ റിക്കവറി അഡ്മിനിസ്ട്രേഷൻ, അഗ്രികൾച്ചറൽ അഡ്ജസ്റ്റ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്നീ പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കി. റൂസ്വെൽറ്റ് തുടങ്ങിവെച്ച ഫെഡറൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ടെന്നീസി വാലി അതോറിറ്റി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ മുതലായ പദ്ധതികൾ ഇന്നും അമേരിക്കൻ വ്യവസായ ഘടനയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. അമേരിക്കയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെയും നാഷണൽ
ലേബർ റിലേഷൻസ് ബോർഡിന്റെയും സ്ഥാപകനായ അദ്ദേഹം 1945 ഏപ്രിൽ 12 അന്തരിച്ചു. ഇത് താങ്കൾക്കുള്ള എൻ്റെ ചാമ്പ്യൻഷിപ്പ് ഫോർ ദിസ് ചാമ്പ്യൻ. കൈ ഉയർത്തി വാങ്ങൂ. യെസ്. ആൻഡ് ഹിയർ ഇസ് എ സ്മോൾ ഗിഫ്റ്റ് ഫ്രം മെർ റിയൽറ്റേഴ്സ്. താങ്ക് യു സർ. താങ്ക് യു. പ്രേക്ഷകരോടുള്ള എൻ്റെ ചോദ്യം, ഞാൻ പറഞ്ഞു തിയോഡർ റൂസ്വെൽറ്റ് കാട്ടിൽ പോയ കഥയും അങ്ങനെയാണ് ടെഡീസ് ബെയറിൽ നിന്ന് ടെഡി ബെയർ ഉണ്ടായതും എന്ന്. പക്ഷെ ആരാണ് ഈ ടെഡി ബെയർ എന്ന ഈ കാർട്ടൂൺ കണ്ടപ്പോൾ ഇതിനെ ഒരു വ്യവസായമാക്കി മാറ്റാം എന്ന് മനസ്സിലാക്കി ടെഡി ബെയർ സൃഷ്ടിച്ച് വിപണിയിലിറക്കിയ പ്രശസ്തി നേടിയ ആ വ്യക്തി ആരാണ്? ഈ കസേരയിലേക്ക് ഇനി കടന്നു വരുന്ന മത്സരാർത്ഥി ആര്? ആ മത്സരാർത്ഥിയുടെ പ്രത്യേകതകൾ എന്തൊക്കെ? ആദ്യം അതൊന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അർച്ചന കൃഷ്ണ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ നിന്നും പുലിയൂർ എന്ന ഗ്രാമത്തിൽ നിന്നും വരുന്നു. ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കുമ്പനാട് പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അശ്വമേധം എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എനിക്ക് ഏറ്റവും മോറൽ സപ്പോർട്ട് തരുന്നത് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ സിസ്റ്ററുമാണ്. മലയാളികളുടെ ചിന്താശേഷിയെയും വിജ്ഞാനത്തെയും വർദ്ധിപ്പിക്കുന്ന ഈ അറിവിൻ്റെ വിജ്ഞാനവേദിയിൽ GS പ്രദീപുമൊത്ത് പങ്കെടുക്കാൻ സാധിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. സോ അതാണ് അർച്ചന. അർച്ചന, വെൽക്കം ടു ദ ഷോ. അർച്ചന അതിൽ നിന്നൊരു വിഷയമെടുക്കാം. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ മനസ്സിലോർത്ത് ജൂറിയെ സമീപിക്കും. അർച്ചന, നമസ്കാരം. അർച്ചന പോസ്റ്റ് ഓഫീസിലാണ് ജോലി അല്ലേ? ചെങ്ങന്നൂരാണ് വീട്. എത്ര കാലമായി ജോലി കയറിയിട്ട്? 2 വർഷം. 2 വർഷം. അർച്ചന വിചാരിച്ച പേര് അംഗീകരിക്കുന്നു സർ? അംഗീകരിക്കുന്നു. ശില്പ അർച്ചനയെ സഹായിക്കും. ഇരിക്കൂ അർച്ചന. താങ്ക് യു സർ. അർച്ചന, ഏകദേശം 2013, അപ്പോൾ 2 വർഷം, ഉദ്ദേശം 1.5 വർഷമാകുന്നു പുള്ളിക്കാരൻ മരിച്ചിട്ടല്ലേ? നമുക്ക് ഒരേ സമയം സങ്കടവും ചിലപ്പോൾ സന്തോഷവും ഒക്കെ തന്നിരുന്ന പുള്ളിക്കാരൻ മരിച്ചുപോയില്ലേ? പുള്ളിക്കാരനറിയില്ല? ചിലപ്പോൾ നമുക്ക് സങ്കടം കൊണ്ടുതരും, ചിലപ്പോൾ നമുക്ക് സന്തോഷം കൊണ്ടുതരും. 1.5 വർഷമായി. ആരാണ് പുള്ളിക്കാരൻ? ടെലഗ്രാം മരിച്ചുപോയി 1.5 വർഷം. ഞാൻ ആ വാർത്ത ഒരു ജയിലിൽ കിടന്ന് അറിഞ്ഞതേ. ഞാനൊന്ന് ഒരുപാട് വിഷമിക്കുകയും ചെയ്തു. ടെലഗ്രാം ഇന്നിപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെയും വാട്സപ്പിൻ്റെയും യുഗത്തിൽ ആളുകളെല്ലാം വളരെ വേഗത്തിൽ കൈകാര്യം ചെയ്യുന്നുവെങ്കിലും ഒരു ടെലഗ്രാം വരുമ്പോൾ, പണ്ടൊക്കെ ഒരു നാട്ടിൽ ഒരു വീട്ടിൽ ഒരു ടെലഗ്രാം വന്നാൽ നാട്ടുകാർ മുഴുവൻ അറിയും. അറിഞ്ഞില്ലേ, ദാമോദരൻ്റെ വീട്ടിൽ ടെലഗ്രാം വന്നിട്ടുണ്ട്, കമ്പി വന്നിട്ടുണ്ടെന്ന് പറയും അല്ലേ? അധികവും സങ്കട വാർത്തകളാണ് വരിക. നാട്ടിൻപുറത്ത് കൂടുതലും മരണ വാർത്തകളാണ് വരിക. 163 വർഷത്തെ സർവീസിന് ശേഷം 163 വർഷത്തെ സർവീസിന് ശേഷം ടെലഗ്രാം മരിച്ചു. പല സ്കൂളുകളിലെ കുട്ടികൾ ചേർന്ന് അവസാനത്തെ ടെലഗ്രാം അയച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റൽ സ്റ്റാമ്പിൽ ആരുടെ ചിത്രമായിരുന്നു എന്നറിയാം? ഏറ്റവും വലിയ പോസ്റ്റൽ സ്റ്റാമ്പിൽ അറിയില്ല. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരോട് ചോദിക്കാം, പ്രേക്ഷകരോട് ചോദിക്കാം അല്ലേ? അതിനു മുൻപ് ആധുനിക യുഗത്തിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന തപാൽ എന്ന മനോഹരമായ ഗ്രഹാതുര സങ്കല്പത്തിന്റെ പ്രതിനിധിയായ അർച്ചനയോടൊപ്പം നമുക്ക് പ്രവേശിക്കാം അറിവിന്റെ ഈ തപാലിൽ, ഈ തപാൽ പെട്ടിയിൽ. യാഗം. അർച്ചന വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇന്ത്യൻ? ഏഷ്യൻ? ലൈഫ് ലൈൻ? അല്ല. യൂറോപ്യൻ? 50 വയസ്സ് കഴിഞ്ഞു. രാഷ്ട്രീയം, കലാ, സാഹിത്യം?
നോ. മതപരം ആത്മീയം സാമൂഹ്യ പ്രവർത്തനം? നോ. സ്പോർട്സ് സയൻസ് സ്പേസ്? യെസ്. സ്പോർട്സ്? നോ. ഒന്ന് കൈയടിക്കാമോ? പക്ഷെ ഇത്തവണ ഞാൻ ആദ്യം ചെയ്തതുപോലെ ഞാൻ പറയുന്ന ഉത്തരം ശരിയായി പോകും, എൻ്റെ ഗസ് ശരിയായി പോകും, അതുകൊണ്ട് അർച്ചനയുടെ മത്സരം അവസാനിക്കും, മുൻകൂർ കയ്യടി എന്ന രീതിയിലല്ല കൈയടിക്കാൻ പറഞ്ഞത്. പകരം ഞാൻ പറയുന്ന ഉത്തരം തെറ്റായി പോകും, എൻ്റെ ഗസ് തെറ്റായി പോകും, അതുകൊണ്ട് എന്നെ ഒന്ന് കളിയാക്കി ഒരു കയ്യടി നിങ്ങൾ മുൻകൂർ അടിച്ചേരെ എന്നതുകൊണ്ട് പറഞ്ഞതാ. കാര്യം ഗസ് തവണത്ത് വളരെ ഒന്നും ചോദിക്കാതൊരു ഗസ് ചെയ്യുമ്പോൾ അത് തെറ്റാകാനല്ലേ സാധ്യത. അർച്ചന, ഒരു ഗസ് നടത്തി നോക്കട്ടെ. ഒരു കത്ത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. പ്രിയപ്പെട്ട GS പ്രദീപ്, ഞാനാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എൻ്റെ പേരങ്ങ് പറഞ്ഞോളൂ. ചിലപ്പോൾ ഞാനായിരിക്കും. ആണെങ്കിൽ അവരുടെ കയ്യടി നിങ്ങൾക്കായിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കാനായിക്കോട്ടെ എന്ന് സ്വന്തം വാലന്റൈന ടെരഷ്കോവ. ആണോ? ആണോ? വാലന്റീന ടെരഷ്കോവ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ വനിത, റഷ്യൻ വനിത. ശരി. വാലന്റീന തെരഷ്കോവ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വനിതയായ വ്ളാദിമിറോവ്ന തെരഷ്കോവ 1967 മാർച്ച് 6 സോവിയറ്റ് റഷ്യയിലെ ഒബ്ലാസ്റ്റിലെ മസ്ലെനിക്കോവോ ഗ്രാമത്തിൽ ജനിച്ചു. പിതാവ് ഒരു ട്രാക്ടർ ഡ്രൈവറും അമ്മ ഒരു തുണി വ്യവസായ തൊഴിലാളിയുമായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അല്പകാലം ഒരു ടയർ ഫാക്ടറിയിൽ ജോലി നോക്കിയ വാലന്റീന തുടർന്ന് എഞ്ചിനീയറിംഗ് പഠനത്തോടൊപ്പം പാരച്യൂട്ട് പരിശീലനവും പൂർത്തിയാക്കി. 1962 റഷ്യൻ വനിതാ ബഹിരാകാശ സംഘത്തിൽ അംഗത്വം ലഭിച്ച വാലന്റീന സുപ്രീം സോവിയറ്റ് അംഗം, സുപ്രീം സോവിയറ്റ് പ്രസീഡിയം അംഗം, ഏഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ രാഷ്ട്രീയ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. ഒരുപാട് കത്തുകൾ അർച്ചനയുടെ പോസ്റ്റ് ഓഫീസിൽ വരട്ടെ. ആ കത്തുകളിൽ പ്രണയത്തിന്റെ മധുരമുണ്ടാകും, മാതൃത്വത്തിന്റെ വിതുമ്പലുണ്ടാകും, സാഹോദര്യത്തിന്റെ സ്പർശമുണ്ടാകും, സൗഹൃദത്തിന്റെ അകലെ നിന്നെത്തുന്ന സംഗീതമുണ്ടാകും, എല്ലാം ഉണ്ടാകും. ആ കത്തുകളിൽ ഇങ്ങനെ സ്റ്റാമ്പ് അടിക്കുമ്പോൾ അത് ഏതോ ആത്മാവിന്റെ, ഏതോ ഹൃദയത്തിന്റെ മിടിപ്പുകൾക്കും മീതെ അടിക്കുന്ന പോസ്റ്റൽ സ്റ്റാമ്പാണ് എന്ന് ഓർമ്മിക്കണം അർച്ചന. ഇത് അർച്ചനയ്ക്ക് മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ഇനി അറിവിന്റെ മൂർച്ച കൂട്ടുന്നത് ഇതാ ഇയാളാണ്. ഹായ്, എൻ്റെ പേര് സിബി മുസ്തഫ. ഞാൻ കടയ്ക്കൽ കുമ്മൽ സ്വദേശിയാണ്, കൊല്ലം ജില്ലയിലെ. ഞാൻ ജോലി ചെയ്യുന്നത് ടെക്നോ പാർക്കിലെ പോളോ സോഫ്റ്റ്വെയറിലാണ്. എൻ്റെ ഹോബീസ് വാച്ചിങ് ഫുട്ബോൾ, ജർമ്മൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു സ്ട്രിക്റ്റ് ഫോളോവറാണ്, ബുണ്ടസ് ലീഗയുടെ ഫോളോവറാണ്. എൻ്റെ ഫേവറേറ്റ് ക്ലബ് ബയൺ മ്യൂണിക്, ഫേവറേറ്റ് പ്ലെയർ മെസൂട്ട് ഓസിൽ. പിന്നെ വേറെ ഹോബി സ്വിമ്മിംഗ് ആണ്. ഞാൻ എല്ലാ ദിവസവും ഒരു 1.5 hours സ്വിം ചെയ്യാറുണ്ട്. ഗ്രാൻഡ് മാസ്റ്ററിനെ തോൽപ്പിക്കുക എന്നുള്ളത് ഒരു എളുപ്പ ജോലിയല്ല, പക്ഷെ തോറ്റെടുക്കാൻ ഞാൻ തയ്യാറില്ല. ലെറ്റ്സ് സീ. That is the profile of Mr. Sibi Mustafa. Sibi, welcome to the show. Thank you, sir. സിബി ആ ബൗളിൽ നിന്നൊരു വിഷയം, അതുമായി ബന്ധപ്പെട്ട ഒരാളുടെ മനസ്സിൽ ഓർമ്മിച്ച് ജൂറിയെ സമീപിക്കും. സിബി മുസ്തഫ, വെൽക്കം ടു ദ ഷോ. സുഖമായിരിക്കുന്നു? എവിടെ നാട്? പ്രോപ്പർ നാട് കുമ്മിളാണ്, കൊല്ലം ജില്ലയിലെ കുമ്മിൾ. കുമ്മിൾ. സർ, കുമ്മിൾകാരനായ സിബി വിചാരിച്ച പേര് താങ്കൾ അപ്രൂവ് ചെയ്യുന്നു? അപ്രൂവ് ചെയ്യുന്നു. ശിൽപ റെഡി? റെഡി. താങ്ക് യു. സിബി മുസ്തഫയും ഞാനും വിനോദങ്ങളുടെ ലോകവും. യാഗം. സിബി, സിബി വിചാരിച്ച വ്യക്തി ഇസ് ഇറ്റ് എ പേഴ്സൺ റിലേറ്റഡ് ടു സ്പോർട്സ്? അല്ല. അല്ല. പുരുഷൻ? അല്ല. അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? അതെ. 50 വയസ്സിന് മുകളിൽ പ്രായം? ഇല്ല. 30 വയസ്സിന് മുകളിൽ പ്രായം? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം, മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം ഇതിലൊന്നാണോ പ്രധാന പ്രശസ്തി? തീർച്ചയായും അതെ.
രാഷ്ട്രീയം, കലാസാഹിത്യം? അതെ. രാഷ്ട്രീയം? അല്ല. അല്ല. എനി പാർട്ട് ഓഫ് ഹർ നെയിം സ്റ്റാർട്ട്സ് വിത്ത് ജെ? ഇല്ല. ബി? ഇല്ല. ജനിച്ചതും യൂറോപ്പിലാണോ? അതെ. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി? അല്ല. ഷോർട്ട് സ്റ്റോറി റൈറ്ററോ നോവലിസ്റ്റോ ആണോ അവർ? അല്ല. സാഹിത്യം തന്നെയാണ് പ്രധാനം. അതെ. അല്ലേ? അതെ. അത് നേരത്തെ ചോദിച്ച ചോദ്യമാണ് അത്. അതെ. പോയറ്റസ് ആണ്? അല്ല. ചിൽഡ്രൻസ് ലിറ്ററേച്ചർ? അല്ല. ജേർണലിസ്റ്റിക് ലിറ്ററേച്ചർ ആണോ അവരുടേത്? അതെ. അതെ. ആണ്. മാർഗരറ്റ് ടേൺബുൾ? അല്ല. Well done, Sibi. Congratulations. You have won rupees 5,000 from the Realtors. Well done. പറയൂ, ഏതാ രാജ്യം ഏതായിരുന്നു? ഓസ്ട്രിയ. ഓസ്ട്രിയൻ. പറയൂ. മെലിസ മുള്ളർ. മെലിസ മുള്ളർ. മെലീസ മുള്ളർ. മെലീസ മുള്ളർ 1967 ഓസ്ട്രിയയിലെ വിയന്നയിൽ ജനിച്ചു. ഒരു പത്രാധിപകയും എഴുത്തുകാരിയുമായിരുന്നു മെലീസ. മെലീസ എഴുതിയ വിശ്വപ്രസിദ്ധ കൃതിയാണ് ആൻ ഫ്രാങ്കിന്റെ ദ ബയോഗ്രഫി. ആൻ ഫ്രാങ്കിന്റെ പല ചരിത്രരേഖകളും അഭിമുഖങ്ങളുമാണ് ഈ കൃതിയുടെ സമാഹാരം. അൺടിൽ ദ ഫൈനൽ അവർ, ഹിറ്റ്ലേറസ് ലാസ്റ്റ് സെക്രട്ടറി എന്ന കൃതിയുടെ എഡിറ്ററായും മെലീസ അറിയപ്പെട്ടിരുന്നു. സോ രണ്ടാം റൗണ്ടിൽ മിറർ റിയൽട്ടേഴ്സിന്റെ 10,000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ മത്സരിക്കും. റെഡി ഫോർ ദ ഗെയിം? യെസ്. യെസ്. രണ്ടാം റൗണ്ട്. ദ ടൈം ബോംബ് ഹാസ് ബ്ലാസ്റ്റഡ്. ഇന്നത്തെ ദിവസത്തെ അധ്യായം അവസാനിപ്പിക്കാനുള്ള ചുവന്ന പ്രകാശം. സോ സിബി മുസ്തഫ മെലിസ മുള്ളറിനെ മനസ്സിൽ വിചാരിച്ചു. ഓസ്ട്രിയക്കാരിയാണ്. ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം സത്യത്തിൽ നമ്മുടെ മനസ്സിൽ കടന്നു വരാത്ത ഒന്നാണ് പലപ്പോഴും. കാരണം ഓസ്ട്രിയ എന്നൊരു രാജ്യമില്ലായിരുന്നു. ഓസ്ട്രിയ എന്ന രാജ്യം പണ്ട് പ്രഷ്യയുടെ ഭാഗമായിരുന്നു. പിന്നീടാണല്ലോ ഒരേകാധിപതിയുടെ പ്രവണതകളിലൂടെ വിഭജനങ്ങൾ ഉണ്ടാകുന്നതും രാജ്യങ്ങൾ പലതായി മാറുന്നത്. പലതായി രാജ്യങ്ങൾ മാറട്ടെ, ഒന്നായി മനസ്സുകളും മാറട്ടെ. മനസ്സുകൾ ഒന്നാകുന്ന കാലത്ത് ഏതോ തോട്ടുവരമ്പിലെ മുൾച്ചെടികളിലിരുന്ന് മഷിപ്പച്ച തണ്ട് പറിച്ച് സ്ലേറ്റ് മായ്ച്ചും തിരുത്തിയും വെട്ടിയും നമുക്കതിൽ ഒരു വാക്ക് എഴുതാം. സ്നേഹം എന്ന ഒരു വാക്ക്. ഗുഡ് നൈറ്റ് ഫ്രം GS.